കഴിഞ്ഞ ദിവസം മോസ്കോയിലെ റിഫൈനറിയിലേക്ക് യുക്രൈൻ നടത്തിയ ആക്രമണം റഷ്യയെ കിടിലം കൊള്ളിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. റഷ്യയിൽ അതിനുശേഷം മഴ പെയ്തു. പക്ഷേ ആ മഴ സാധാരണ മഴയല്ലായിരുന്നു, ആസിഡ് മഴയായിരുന്നു, കറുത്ത മഴയായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അവിടെയുള്ള വണ്ടികളെല്ലാം തന്നെ കറുത്ത നിറത്തിൽ പെയിന്റ് ചെയ്തതുപോലെ ഈ മഴ കഴിഞ്ഞ ശേഷം കാണപ്പെട്ടു എന്നും നമ്മൾ വായിച്ചതാണ്. ഇപ്പോഴിതാ റഷ്യ കടുങ്കൈ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റേറ്റ് ഡ്യൂമ ഡിഫൻസ് കമ്മിറ്റിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ അലക്സി ഷുറാവ്ലിയോവ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അതായത് യുക്രൈൻ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ റിഫൈനറികൾ പോലും തകർക്കുകയാണ്. ഇനിയും യുക്രൈനോട് ഒരു സിമ്പതിയും തോന്നേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അത് വളരെ ലളിതമാണ്. ആണവായുധം പുറത്തെടുക്കുക, തീവ്രവാദികളായിട്ടുള്ള കീവ് ഭരണകൂടത്തിൻ്റെ നാശം കാണുക എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ആക്രമണങ്ങളെല്ലാം നിർത്താൻ കീവിൻ്റെ കീഴടങ്ങൽ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അത് എങ്ങനെ നേടാമെന്നും വ്യക്തമാണ്. എല്ലാ ലോജിസ്റ്റിക്സ്, പാലങ്ങൾ, തുരങ്കങ്ങൾ, ബോംബ്, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ഇല്ലാതാക്കുക. ഒടുവിൽ ഗൗരവമായി പോരാടേണ്ട സമയമായി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. യുക്രൈനെ മാത്രം നമുക്ക് നേരിട്ടാൽ പോരാ, നാറ്റോയെ കൂടെ നേരിടാൻ, ആണവായുധങ്ങൾ കൊണ്ട് നേരിടാൻ നമ്മൾ തയ്യാറാകണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാർഗ്രാസ് മീഡിയയുടെ സ്ഥാപകനായിട്ടുള്ള കോൺസ്റ്റാന്റിൻ മാലോഫീം റഷ്യ ഇതുവരെ യാഥാർത്ഥ്യത്തിനായി പോരാടാത്തത് എന്തുകൊണ്ടാണെന്ന് ടെലഗ്രാമിൽ ചോദിക്കുകയും ആണവായുധങ്ങളുടെ ഉപയോഗം വ്യക്തമായി ഉന്നയിക്കുകയും ചെയ്തു. നമ്മൾ യഥാർത്ഥത്തിനായി പോരാടാൻ തുടങ്ങുന്നതിന് മുമ്പ് മറ്റെന്താണ് സംഭവിക്കേണ്ടത്? നമ്മുടെ പൂർവികർ സംഭരിച്ച ആണവായുധങ്ങൾ കൃത്യമായി ഇതുപോലുള്ള നിമിഷങ്ങളിൽ എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഈ റഷ്യയിലെ ഈ ആക്രമണങ്ങൾക്ക് ശേഷം ഇപ്പോൾ റഷ്യൻ ജനതയും അവിടെയുള്ള പ്രതിനിധികളും എല്ലാം ഒന്നായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിരമിച്ച ലഫ്റ്റനന്റ് ജനറൽ സ്റ്റേറ്റ് ഡ്യൂമ ഡെപ്യൂട്ടി ആൻഡ്രി ഗുരുലിയോവ് റഷ്യയോട് ശത്രുവിൻ്റെ നിഷ്കരുണം മടികൂടാതെ അല്ലെങ്കിൽ അമിതമായി ചിന്തിക്കാതെ ആക്രമിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്. ഷുറാവ്ലിയോവും മലോഷിഫും ഗുരുലിയോവും വാദിക്കുന്നത് റഷ്യൻ നേതൃത്വം ഇതുവരെ ചെയ്യാത്തതായി പലതുണ്ട്, അത് ചെയ്യാത്തതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇനി അതൊന്നും നോക്കണ്ട, ഒരു സിമ്പതിയും വേണ്ട, ചെയ്യണം എന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. എന്തായാലും ഇത് കേട്ട് നാറ്റോ ഒന്ന് കിടുങ്ങിയിട്ടുണ്ട്, യുക്രൈൻ അതിൽ പരം ഒന്ന് കിടുങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.